ഇപ്പോൾ ലോകമെമ്പാടും തരംഗമായിക്കൊണ്ടിരിക്കുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പലതും പറയായിരിക്കും. പക്ഷെ ഞാൻ പറയും അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്ന്. കാരണം എൻ്റെ കണ്ടന്റ് അതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ വേണമല്ലോ പറയാൻ. ഈ കണ്ടന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ തന്നെ. കാരണം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതുള്ളൂ. ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ബേസിക് പരിപാടി തന്നെ തെറ്റാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഞാൻ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളത്. കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ആൾക്കാർ വിളിക്കുന്നത് AI എന്നാണ്. ഞാൻ പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ വെച്ചിട്ട് AI എന്ന് പറയാൻ പറ്റൂല, AI എന്ന് വേണം പറയാൻ. ക്യാൻ ഐ കണ്ടിന്യൂ മിസ്റ്റർ സാബുബോയ്? എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സാധനങ്ങളും AI പവേർഡാണ്. ഇപ്പോൾ നമ്മളൊരു ഫ്രിഡ്ജ് എടുത്താലോ വാഷിംഗ് മെഷീൻ എടുത്താലോ എല്ലാം ഇതിൻ്റെ അറ്റത്ത് AI കാണും. നിസ്സാരം നമ്മൾ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്തും AI കാണും. അങ്ങനെ ഈ അറ്റത്ത് AI ഉള്ള സാധനങ്ങളെല്ലാം ഭയങ്കരമായിട്ട് എന്തോ ബുദ്ധി ഉപയോഗിക്കുന്ന സാധനങ്ങളാണെന്ന് നമുക്കൊരു വിചാരം വരുന്നുണ്ട് ഈ അടുത്ത് കുറച്ച് കാലങ്ങളായിട്ട്. അങ്ങനെ അറ്റത്ത് AI ഉള്ള എല്ലാ സാധനങ്ങളും അത്ര ബുദ്ധി ഉപയോഗിക്കുന്നതല്ല എന്ന് എനിക്ക് മനസ്സിലായത് മഞ്ജു പിള്ളൈ എന്ന് കണ്ടപ്പോഴാണ്. കാരണം ഇതിൻ്റെ അറ്റത്ത് AI ഉണ്ട് എന്ന് പറഞ്ഞ് മഞ്ജേച്ചിക്ക് ഇപ്പോൾ ബുദ്ധിയില്ലല്ലോ. അപ്പോൾ മഞ്ജേച്ചി ഭയങ്കര ഇന്റലിജൻസ് തീരെ കുറവാണെന്ന് പറഞ്ഞാലും മഞ്ജേച്ചി ഭയങ്കര ആർട്ടിഫിഷ്യലാണ്. അതെന്തായാലും പറയാതിരിക്കാൻ പറ്റൂല. കേരളത്തിൽ ഇത്രയും ടെക്നോളജിക്കലായിട്ടുള്ള മാറ്റമൊന്നും വന്നത് കേരളത്തിലെ ആൾക്കാരെ വലിയ കാര്യമായിട്ട് ബാധിക്കുന്നില്ല. കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ കേരളത്തിൽ AI ഇത്രയും വന്ന് ഹിറ്റായിട്ടും AI-ക്കാട്ടിലും ഇവിടെ ഹിറ്റ് ഏട്ടായി ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ എന്തൊരു സാധനം ഇറങ്ങിക്കഴിഞ്ഞാലും അതിന് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. ഈ AI-യുടെ നെഗറ്റീവ് സൈഡ് ഇപ്പം മെയിനായിട്ട് വന്നേക്കുന്ന റോഡ് സൈഡില്ല, AI ക്യാമറയായിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ബൈക്ക് പോകുമ്പോൾ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കാറിൽ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ വെള്ളം വരെ കട്ട് ചെയ്താൽ എല്ലാം നമ്മുടെ വീട്ടിൽ പെറ്റി വരും. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇംപ്ലിമെന്റ് ചെയ്ത സർക്കാരിന്റെ നാച്ചുറൽ ഇൻ്റലിജൻസ് എത്രത്തോളം ആണെന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ മനസ്സിലാവും. കാരണം റോഡ് സുരക്ഷ അതുവഴി ജീവൻ രക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടാണ് 232 കോടി രൂപ കൊടുത്തിട്ട് 726 ക്യാമറ കേരളത്തിൽ വെച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള കുഴിയുടെ എണ്ണം നോക്കുവാണെങ്കിൽ ഒരു കുഴിക്ക് 1 കോടി രൂപ വെച്ചിട്ടാൽ പോലും 726 കുഴി അടയ്ക്കായിരുന്നു. ഇവർ അത് ചെയ്യാതാണ് ഇപ്പം ഇത് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന ഒരു മേളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറയുന്ന പോലെ വേണം വണ്ടി ഓടിക്കാൻ. മേളിൽ ക്യാമറ താഴെ കുഴി എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവർ ശരിക്കും കുറച്ചുകൂടെ ചിന്തിക്കുമായിരുന്നെങ്കിൽ 232 കോടിക്ക് 726 ക്യാമറ മേടിക്കുന്നതിന് പകരം വലിയൊരു ക്യാമറ മേടിച്ചിട്ട് ഇത് സാറ്റലൈറ്റിനോട് വല്ല അയച്ചിരുന്നെങ്കിൽ താഴെ കൂടെ ബെൽറ്റ് ഇടാതെ പോണ പട്ടിക്ക് വരെ പെറ്റിയടിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ബിവറേജസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വരുമാനം ഉണ്ടാകുന്നത് പോലീസ് ചെക്കിങ്ങിൽ കൂടാണെന്ന്. കാരണം ഈ എന്തെങ്കിലും പരിപാടി ഇവർ വളവിൽ നിൽക്കും, ചെക്കിങ് നടത്തും, ഇവർ പൈസ അടിക്കും. ഇപ്പം ഇനി കേരളത്തിൽ അങ്ങോട്ട് ഇന്റലിജൻസ് വാർ ആയിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം പോലീസുകാരുടെ നാച്ചുറൽ ഇന്റലിജൻസ് വേഴ്സസ് ഈ ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതിനകത്ത് എന്തായാലും ഈ പോലീസുകാരുടെ നാച്ചുറൽ ഇന്റലിജൻസ് തന്നെ ജയിക്കും. കാര്യം ഈ AI എത്ര അടിപൊളിയാണ് ഇന്റലിജന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിന് ഓണം, വിഷു, ക്രിസ്മസ് ഒന്നും കണ്ടുപിടിക്കാനുള്ള കഴിവില്ല. ഇത് പോലീസുകാർക്ക് അറിയാം. അതുകൊണ്ട് ഇവർ വളവിൽ നിൽക്കും, ചെക്കിങ്ങിൽ കാശടിക്കും, ഇവർ തന്നെ കപ്പടിക്കും. എനിക്ക് ഞങ്ങളുടെ വീടിനടുത്തൊരു ഗൾഫുകാരൻ ചന്ദ്രൻ ചേട്ടനുണ്ട്. ചന്ദ്രൻ ചേട്ടനിയുടെ വീട്ടിൽ ക്യാമറ വെച്ചപ്പോഴത്തേക്ക് നാട്ടുകാർ പറയുന്നത് അത് AI ക്യാമറയാണെന്ന്. കാരണം ചന്ദ്രൻ ചേട്ടൻ ഗൾഫിലിരുന്ന് വീട്ടിലെ വിഷ്വൽ നോക്കുമ്പോൾ ഇതിലെ കുറെ പേര് ബെൽറ്റ് ഇടാതെ പോണുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ ചിറ്റപ്പൻ ആണ് ഈ AI ക്യാമറ വിചാരിച്ചു കഴിഞ്ഞാൽ ഒതുക്കാൻ പറ്റാത്ത ഒരാൾ എൻ്റെ ചിറ്റപ്പനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം സൈക്കിളിൽ പോകുന്നവരെ കാറ്റ് പോലും പിടിക്കാറില്ല, പിന്നെയാണ് ക്യാമറ. ചിറ്റപ്പൻ അതുകൊണ്ട് തന്നെ AI ക്യാമറ ഭയങ്കര പുച്ഛമാണ്. ചിറ്റപ്പൻ മാത്രം AI ക്യാമറ തിരിച്ചാണ് വിളിക്കുന്നത്, IA ക്യാമറ എന്ന്. കാരണം ഇപ്പം നമ്മൾ കേരളത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും കൂടുതൽ സൈക്കിളെ യാത്ര ചെയ്യുന്നവർ ഈ മലയാളികളൊക്കെ കൂടുതലും ബംഗാളികളാണ്. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ജംഗ്ഷനിലെ AI ക്യാമറ വിചാരിച്ചിരിക്കുന്നത് എൻ്റെ ചിറ്റപ്പൻ ബംഗാളിയാണെന്ന്. ഞാനിപ്പോൾ എന്തിനാണ് ഈ കഥ ഇവിടെ പറഞ്ഞത് എനിക്കറിയത്തില്ല. അതിപ്പോൾ എന്തിനാണ് ഇവിടെ ഇപ്പോൾ ഇത്രയും ക്യാമറ വർക്ക് വെച്ചേക്കുന്ന ആർക്കും അറിയത്തില്ലല്ലോ. അതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമ്പോൾ ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാകും.